ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് കേട്ടോ. അന്നേരം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇടണേന്ന്. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എണീച്ച് കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് കേട്ടോ. കാരണം മുടി ഉണങ്ങണമല്ലോ, മുടി കെട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബീരാമാമനൊക്കെ തൻ്റെ സവാളയൊക്കെ അരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ കുഞ്ഞിന് ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഇത് സന്തോഷേട്ടന് ഞങ്ങളും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം കാണാത്തൊരു കാണണേ. അന്നേരം ഞാൻ ഏകദേശം കുളിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അന്നേരം കുഞ്ഞിനെ ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ തണ്ട പോയി മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ കേട്ടോ. പാവം ഏട്ടൻ ഒറ്റയ്ക്കാണ് എല്ലാത്തിനും കിടന്ന് ഓടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദാണ്ട് നമ്മൾ വിഷ്ണുമായ വന്നിട്ടുണ്ട്. ഇവള് തലേന്നേ വന്ന് സാരിയുടെ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവള് സൂപ്പറായിട്ട് സാരി ഉടുത്തു തരും, നല്ല അടിപൊളിയായിട്ട് ഉടുത്തു തരും കേട്ടോ. അങ്ങനെ അവളാണ് എനിക്ക് സാരിയൊക്കെ ദണ്ട് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ദണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. ദണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അന്നേരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് സെറ്റ് സാരിയാണ്, ഇങ്ങനെ ഡബിൾ കളർ വരുന്ന സെറ്റ് സാരിയാണ്. പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങളുടെ ആ നൂലുകെട്ടിൻ്റെ ഫുള്ള് അതുപോലെ തന്നെ ഇടുവാണ് കേട്ടോ. എഡിറ്റൊന്നും ചെയ്യുന്നില്ല, കാരണം അതൊരു ഓർമ്മയായിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ആ വീഡിയോ അതുപോലെ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ ഡ്രസ്സില്ലാതിരിക്കുന്നതൊക്കെ കൊണ്ടായിരിക്കും നമുക്കിങ്ങനെയാണ് കേട്ടോ നമ്മൾ നൂല് കിട്ടുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് ഇട്ടപ്പോഴത്തേക്കിനില്ല കോപ്പിറൈറ്റ് പോലെ എന്തോ ഒരു സംഭവം വന്ന് ഗൈഡ് ലൈൻസ് എന്തോ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ബ്ലർ ചെയ്ത് ഇങ്ങനെ കാണിക്കാം. അതും കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, എന്നാലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഈ വീഡിയോ പോലും എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയായി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്രയും മാത്രമേ ഇടുന്നുള്ളേ. അങ്ങനെ ആ ചടങ്ങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ കണ്ണാടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം കണ്ണാടിനെ ഓടിയും ചാടിയും നടന്നൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം അത് വെച്ചിട്ട് ഞാൻ ഷോർട്സോ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല വീഡിയോസ്, നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് കേട്ടോ. ക്യാമറയിൽ എടുക്കുന്ന അറിയാമല്ലോ. അന്നേരം അത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇതിൻ്റെ 28ൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ നമ്മുടെ അക്കൗണ്ടിൽ. നല്ല രസമല്ലേ സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു മെമ്മറിയാണ് കേട്ടോ. എൻ്റെ വിച്ചുവിൻ്റെ സമയത്താണെങ്കിൽ എനിക്ക് ഇത്രയും ഒരു എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് അത്രയ്ക്ക് ഓക്കെ അല്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഡെലിവറിയുടെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട്, ഫസ്റ്റ് അല്ല സെക്കൻഡ് ആണെങ്കിലും കുഞ്ഞിനെ കൊണ്ടുള്ള ഫസ്റ്റ് ഡെലിവറി അല്ല. അന്നേരം ആ ഒരു ഇതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണവും അതുപോലെ നമുക്ക് ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷേ ഇത്തവണ ഞാനതെല്ലാം റിക്കവർ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോന് ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, അതും ഇതും എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും ഇരിക്കാനുള്ള ടൈം പോലും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. എന്നാലും അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അന്നേരമാണ് സത്യം പറഞ്ഞാൽ ഇടുത്തി പോലൊരു സംഭവം സംഭവിച്ചത്. അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്നാ പറയുന്നത്, അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്തുവാണെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ മോന് ഭയങ്കര വാശിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഏട്ടനുള്ളപ്പോഴാണ് ഈ ഫോൺ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഞ്ചള്ളൂർ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവരെ നിർത്തിയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതാണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാതിരിക്കണം കേട്ടോ. നമ്മൾ വലിയ വിപുലമായിട്ടൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ സാരി എടുത്തുള്ള ഫൈനൽ ലുക്ക് കേട്ടോ. ഞാനൊരു ചുമ്മാ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. അതിനാണ് ബീരമാമനോട് കാര്യമൊക്കെ പറയുവാണ്. താഴെയാണ് പാചകം ചെയ്യുന്നത് കേട്ടോ. ചിറ്റപ്പൻ്റെ വീടിൻ്റെ അവിടെയാണ്, അവരുടെ മുറ്റത്താണ് പാചകവും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് ബീരാമാമന് അവിടെ നിൽപ്പുണ്ട്. അന്നേരം അവരോടൊക്കെ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ ഞാനും തണ്ടിൽ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കുവാണ്. കാരണം ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഞാനും ഏട്ടനും ഒന്നും കഴിച്ചില്ല. കാരണം ഏട്ടൻ ഓട്ടമായിരുന്നു. കാരണം അയാൾ ഒറ്റയ്ക്കാണല്ലോ എല്ലാം ചെയ്യുന്നത്, വേറെ ആരുമില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ അല്ലാതെ ഞങ്ങളുടെ കൂടെ നിൽക്കാനോ ഒന്നും വേറെ വലിയ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഏട്ടനും ബന്ധുക്കാർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നമ്മൾ വലിയ ഫംഗ്ഷനായിട്ട് നടത്തുന്നില്ലോ, അതുകൊണ്ട് നമ്മൾ അധികം ആൾക്കാരെ വിളിച്ചിട്ടില്ല. പക്ഷേ എന്നാലും വലിയ ഫംഗ്ഷനാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ചെറിയൊരു കാര്യമാണെങ്കിലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അതെല്ലാം ഈ വീഡിയോയുടെ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാൻ കേട്ടോ. നല്ല രസമുള്ള അടിപൊളിയായിട്ടാണ് എടുത്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഞങ്ങളുടെ വിച്ചുവിൻ്റെ 28 അല്ലെങ്കിൽ ബർത്ത്ഡേ ആണെങ്കിലും നമുക്ക് ഈ ഒരു നമ്മുടേതായ ഒരു സ്പേസ് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഇത്തവണ എന്തായാലും അത് സാധിച്ചു. അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഹാപ്പിയായി കേട്ടോ. എനിക്കും ഏട്ടനായാലും നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നല്ലപോലെ പോയി കേട്ടോ.